ഷവോമി പോലുള്ള ബ്രാൻഡുകൾ പൊതുവെ അവരുടെ ഫോണുകളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ആയിരുന്നു. ഡിസൈനിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വെയിറ്റിൻ്റെയും തിക്നെസ്സിൻ്റെയും കാര്യത്തിലൊന്നും അത്രയും ശ്രദ്ധിക്കാറില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ അപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് Mi 11 ലൈറ്റ് എന്നുള്ളൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഡിസൈന്, വെയിറ്റ്, തിക്നെസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു 5G വെർഷനും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Xiaomi 11 ലൈറ്റ് NE 5G എന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Xiaomi 11 ലൈറ്റ് NE 5G എന്ന ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ POLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ കാണുന്ന 8-bit ഡിസ്പ്ലേക്കാളും 64 ഇരട്ടി കളേഴ്സ് ഇതിൽ കാണിക്കാൻ കഴിയും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ആണ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 158 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് Xiaomi 11 ലൈറ്റ് NE 5G എന്ന ഫോൺ. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് വെറും 6.81 mm ആണ്. അപ്പം വളരെ തിന്നായിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ് ഈ ഒരു ഫോൺ. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഒരു 5G ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മഗ്നീഷ്യം അലോയ് മിഡ് ഫ്രെയിമും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 4 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഡാസിൽ, ടസ്കണി കോഡ്, ജാസ് ബ്ലൂ, അതുപോലെ തന്നെ വിനൈൽ ബ്ലാക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6GB റാമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 8GB റാമുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 2 വെർഷൻസിൽ 128GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ഇപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന iQOO Z5 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ എക്സ്ട്രാ ആയിട്ട് LPDDR5ൻ്റെ റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം ടെക്നോളജിയും അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരു ഫോൺ വരുന്നതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. തിരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം 12ഓളം 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ iQOO Z5 എന്ന ഫോണിൻ്റെ ഒരു പ്രശ്നം 5G ബാൻഡ്സ് ആയിരുന്നു. അതിൽ വെറും 2 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ഫോണിൽ അങ്ങനെയല്ല, 12ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഫോൺ പെട്ടെന്ന് ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള MIUI 12.5 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഫോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 50-ൽ കൂടുതൽ ഡയറക്ടേഴ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ f2.24 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 4250 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വെയിറ്റും തിക്നെസ്സും ഇത്രയും കുറവായിട്ടും 4250 mAhൻ്റെ ബാറ്ററി എങ്കിലും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ 58 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്.
വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. അതുപോലെ തന്നെ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. ഒക്ടോബർ 2 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഒക്ടോബർ 2-ൻ്റെയും അതുപോലെ തന്നെ ഒക്ടോബർ 7-ൻ്റെയും ഇടയിലായിട്ട് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫ് ലഭിക്കും. അതുപോലെ ചില ബാങ്ക് ഓഫേഴ്സ് വഴി 2,000 രൂപയുടെ വരെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 11 Lite NE 5G എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നത് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ഒരു 5G ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്പെസിഫിക്കേഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.